ഹായ് ഫ്രണ്ട്സ്, തെക്കേര ജ്വല്ലറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന 10 പവന്റെ കല്യാണ സെറ്റാണ്. അതിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് അത് 17 ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു കല്യാണ സെറ്റാണ്. അതിൽ 5 മാലയുണ്ട്, 6 വളയുണ്ട്, 4 മോതിരമുണ്ട്, ഒരു ജോഡി കമ്മലുണ്ട്, ഒരു ജോഡി പാസലുണ്ട്, ചെമ്പയുണ്ട്, റാഗിയുണ്ട്, ഗോതമ്പുണ്ട്. ഈ കല്യാണ സെറ്റിൽ ആദ്യം നമുക്ക് മാലകൾ കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ മാലകള്. മുല്ലമുട്ട് മാല, ചാന്ത് മാല, മില്ലറാടി മാല, മില്ലർ മാങ്ങ മാല, കേരള സാരി മാല. ഇതാണ് നമ്മുടെ ആദ്യത്തെ മാല. ഒരു മുല്ലമുട്ടിന്റെ പുതിയ ഡിസൈനാണ്. മുല്ലമുട്ടിന്റെ കുറച്ച് വീതിയുള്ള മോഡലാണ്. പിന്നെ നല്ല ഓളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൈ ആണിത്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പിൽ ഒരു മില്ലറിന്റെ ചെക്ക് ഉണ്ട്, ചെക്ക് ഡിസൈൻ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ആർച്ച് ഡിസൈൻ, പിന്നെ അതിന്റെ മുകളിൽ ഒരു കിരീടത്തിന്റെ പോലത്തെ ഡിസൈൻ വേറെ എണ്ണം വെച്ചിട്ടുള്ളത്. നല്ല ഒരു പുതിയ ഡിസൈനാണ്. എന്താ വെച്ചാൽ നമുക്ക് നല്ല ഓളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊരു 1.5 പവൻ 2 പവൻ വരുന്ന ഡിസൈനിന്റെ ഒരു ചെറിയ തൂക്കം കുറച്ചൊരു മോഡലാണ്. 6 ഗ്രാമാണ് അതിന്റെ തൂക്കം വരുന്നത്. നമുക്ക് ഇനി അടുത്ത് രണ്ടാമത്തെ മാല നോക്കാം. ഇതിന്റെ പേര് ചാന്തുബാലി മാല എന്നാണ് ഇതിന്റെ പേര്. മറ്റേ നമ്മളൊരു അതിന്റെ നടുക്ക് ഡിസൈൻ ഒരു എംബോസിങ് ഡിസൈനാണ്. പിന്നെ വലിയൊരു ആർച്ച് പോലത്തെ ചന്ദ്രകാല പോലത്തെ ഡിസൈൻ ഒക്കെ ഇട്ടിട്ട് വലിയ ലോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ തൂക്കം നമുക്ക് 6 ഗ്രാമാണ് വരുന്നത്. ഇതിന്റെ സൈഡിലുള്ള ചെയ്യാൻ പരുന്ത ചെയിനാണ്. അത് നമുക്ക് ഏത് മോഡൽ ചെയിനോട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് താലി ചെയിനിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഉപയോഗിക്കാം, ഫംഗ്ഷനൊക്കെ മുമ്പ് ഉപയോഗിക്കാം, സ്ഥിരം ഉപയോഗിക്കാം, കംപ്ലൈന്റ് ഒന്നും വരില്ല. നല്ല ഉറപ്പുള്ള ചെയിനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ മാല നോക്കിയാലോ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇത് നമുക്ക് ആഡിയൻ ഷേപ്പാണ് ഇതിന്റെ മോഡല്. അതിന്റെ മുകളിൽ നടുക്ക് നമുക്ക് ഒരു മില്ലറിൽ വരയിട്ട പോലത്തെ ഡിസൈനാണ്. അത് ശ്രദ്ധിച്ച് നോക്കി കാണാം. പിന്നെ ഇതിന്റെ ശരിക്കുള്ള തൂക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.25 പവൻ വരുന്ന തൂക്കമാണ്. അത് നമ്മളൊരു 3/4 പവൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ നല്ലൊരു മോഡലാണ്. നല്ല ഓളങ്കാരം കിട്ടുന്ന ഡിസൈനാണ്. ഇത് നമുക്ക് വരുന്നത് 12 ഗ്രാമാണ് ഇത് തൂക്കം വരുന്നത്. മറ്റേ ഒരു മില്ലറിന്റെ ഒരു മാങ്ങയുടെ ഷേപ്പാണ്. നടുക്കിൽ മില്ലറിന്റെ ഒരു 2 ലൈനിട്ട പോലത്തെ ഡിസൈൻ, പിന്നെ നടുക്കിലൊരു കണ്ണിന്റെ മോഡല്, പിന്നെ അടിയിലൊരു കുത്തുകുത്തുള്ള ഡിസൈൻ. ഡൈ നെക്ലേസ് ആണിത്. നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണിത്. ഇതൊക്കെ 2 പവന്റെ തൂക്കം വരുന്നതാണ്. അത് നമ്മൾ 1.5 പവനിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് ലാസ്റ്റ് വരുന്ന മാല. അത് നമുക്ക് ഒരു 15 ഗ്രാമാണ് തൂക്കം. ഒരു 3 പവന്റെ തൂക്കം വരുന്നതാണ്. അത് നമ്മളൊരു 15 ഗ്രാമിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കേരള ഡിസൈനാണ്. നല്ല വീതിയും കാര്യമുള്ള ഡിസൈനാണ്. ഇതിന്റെ നടുക്കൊക്കെ ഒരു ചെക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള കട്ടിങ്ങുള്ള ഡിസൈനാണ് ഇതിനുള്ളിൽ വരുന്നത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. ഇത് നമുക്ക് കാണാനുള്ളത് വളകളാണ്. എന്നിട്ട് 3.5 ഗ്രാമിന്റെ 6 വള. മൊത്തം നമുക്ക് 21 ഗ്രാമാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കത് മില്ലർ ഡിസൈനിൽ ഉള്ളിൽ പ്ലാസ്റ്റിക് വള ഇടാൻ പറ്റുന്ന മോഡലാണ്. പിന്നെ ബംഗാളി ഡിസൈനുകളാണ്. അത് ഈ 2 എണ്ണം വെച്ചിട്ട് 3 ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ഥിരം ഉപയോഗിക്കാം, കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ ഡിസൈൻ പ്രത്യേകിച്ച് മയിൽപ്പീലി ഡിസൈനാണ്. പിന്നെ ഒരു ചെക്ക്, ഒരു കള്ളിയായിട്ടുള്ള ഫുട്ബോൾ ഡിസൈൻ പോലത്തെ ഡിസൈൻ. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത് കമ്മലാണ്. കമ്മലിൻ്റെ തൂക്കം വരുന്നത് 1/2 പവനാണ്. അടിയിൽ ഹാങ്ങിങ്ങുകളാണ്. സ്ഥിരം ഉപയോഗിക്കാം, നാശമൊന്നുമില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ വർക്ക് പൊള്ളയുടെ മുകളിൽ മുത്തിരി വെച്ചിട്ടുള്ളതാണ്. നല്ല ഒരു ആകർഷണീയ കമ്മലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പാദസരം. ഇതിൻ്റെ തൂക്കം വരുന്നത് 6 ഗ്രാമാണ്. 3/4 പവനാണ് ഇതിൻ്റെ തൂക്കം. ഇതിൻ്റെ മോഡലിൻ്റെ പേര് ഉർവശി എന്നാണ്. 2 ലൈനായിട്ടുള്ള ഉർവശിയാണ്. സ്ഥിരം ഉപയോഗിക്കാൻ നാശമാകുന്നില്ല. നല്ല ഉറപ്പുള്ള പാദസരമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ചാണ്. നമുക്ക് പിന്നെ ആവശ്യാനുസരണം നീളം എത്ര വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണു ഉറക്കുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിൽ പോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.